അഴിമതിയുടെ ചരിത്രത്തിന് 25 വർഷം പൂർത്തിയാകുമ്പോൾ ആ പരമകള്ളൻ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ പോലീസിനോ വിജിലൻസിനോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ പൊതുനിരത്തിൽ അനാവരണം ചെയ്യപ്പെടുന്ന ആ കള്ളനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അന്വേഷണം തുടങ്ങിയിട്ട് 7 വർഷങ്ങളാകുമ്പോഴും CBI എന്ന അന്വേഷണ ഏജൻസി വെറും സിനിമാ കഥയിലെ BGM ഇടാനുള്ള കോമഡി താരങ്ങൾ മാത്രമായി മാറുന്ന സംഭവവും ഈ ടൈറ്റാനിയം കഥയുടെ ഹൈലൈറ്റാണ്. ആ കള്ളൻ പുറത്തുവരുന്ന ദിനത്തിനായി കാത്തിരിപ്പാണ് കേരള ജനത ഇപ്പോഴും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉമ്മൻചാണ്ടി ഒന്നാം പ്രതിയാണ് എന്ന് വാദം ഉന്നയിക്കുകയും ഒത്തിരി സമര കോലാഹലങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഒന്നാം പിണറായി സർക്കാർ വന്നു, രണ്ടാം പിണറായി സർക്കാർ വന്നു. കേസ് CBI ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. 2019 എന്നാണ് ഞാൻ മനസ്സിലാക്കുക. പിന്നീടും ഇങ്ങോട്ട് വർഷങ്ങൾ ഒത്തിരി മാറി. എന്താണ് ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഉടനെ 2018 ജൂൺ 6 എന്നുള്ള അതേ ഡേറ്റിലാണ് ഞാൻ VS-നും പരാതി കൊടുക്കുന്നത്. ഞാൻ പരാതി കൊടുക്കുന്നത് 2 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. കുറ്റകരമായ അനാസ്ഥ കാട്ടി VS-നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആക്ഷൻ തരാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് അഴിമതി പുറത്തുള്ള തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനാണ് ആവശ്യപ്പെട്ടത്. ഉമ്മൻചാണ്ടി കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരോപണം ഉന്നയിച്ച് ഞാനല്ല, CPM നേതാക്കന്മാരാണ്. 6 മാസം കഴിഞ്ഞ് അന്വേഷണം ഞാൻ പറഞ്ഞ ഫയൽ സെക്രട്ടേറിയറ്റിൽ അപ്രത്യക്ഷമായി. ഞാൻ വിവരാശന പ്രകാരം അപ്പീൽ ഫയൽ ചെയ്തു. ആ രേഖ അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ട ഫയൽ ഉണ്ടാക്കും. സെൻകുമാറിന് 2007 മെയ് മാസത്തിൽ കത്ത് കൊടുത്തു. സെൻകുമാർ 1 മാസം കഴിഞ്ഞ് ബഹ്റയ്ക്ക് കൈമാറി. വിജിലൻസ് ആ ഫയൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ് വരുന്നു 2019 വേറെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്കൊരു ഒരുപാട് സ്വർണ്ണ മുതലുണ്ട് റിട്ടയർ ചെയ്യുന്ന എംപ്ലോയീസിന്. അതെനിക്കന്ന് കിട്ടിയില്ല. 2002 ഞാൻ പോയിരുന്നത്. യഥാർത്ഥ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് മെയ് 2019. 17 ഞാൻ MD-ക്ക് കത്തയക്കുന്നു, എനിക്ക് എൻ്റെ മോതിരം വേണം, ഇത്രയും കൊല്ലമായിട്ട് അത് കിട്ടിയിട്ടില്ല. DGP-ക്കും പരാതി എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇത്രയും 2002 ശേഷം ഞാൻ ആ കമ്പനി കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ കമ്പനി ഗേറ്റിൽ മെയ് 31 ചെല്ലുമ്പോൾ കമ്പനി MD പോലീസിനെ വിളിച്ചിട്ട് എന്നെ തടഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് MD-യോട് സംസാരിക്കണം, എന്നെ കയറ്റാൻ അനുവദിക്കുക, സെക്യൂരിറ്റി ഓഫീസറുണ്ട്. എനിക്ക് അയാൾ ഫോണിൽ സംസാരിക്കണം, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഞാൻ തടയപ്പെട്ട് അവമാനിക്കപ്പെട്ടെന്ന് പറയും. ഞാൻ ചെയ്ത അപരാധം എന്താണ്? ഈ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി കേസ് കൊടുക്കുക ചെയ്തത്, അല്ലാതെ കമ്പനിക്കെതിരെ എല്ലാം കേസ് കൊടുത്തത്. അങ്ങനെയുള്ള ജീവനക്കാരനെ എന്നെയാണ് അവർ ആക്ഷേപിച്ച് അയച്ചതെന്ന് മനസ്സിലാക്കണം. പിണറായി ഭരിക്കുമ്പോൾ എല്ലാവർക്കും നീതി ലഭ്യമാക്കി എന്നൊക്കെ പറയും പൊട്ടി പഠിക്കുന്നത്. എനിക്ക് എവിടെയാണ് നീതി കിട്ടിയില്ല. അത് കഴിഞ്ഞ് 2019 സെപ്റ്റംബറിൽ ഈ കേസ് CBI-ക്ക് കൈമാറി. CBI ഇത് ഏറ്റെടുക്കാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് 2021 ഞാൻ CBI-ക്ക് ഒരു പറഞ്ഞ കാരണങ്ങൾ ഇത്രയും കൊല്ലമായതുകൊണ്ട് രേഖ കിട്ടാൻ പാടായിരിക്കുന്നു. ഞാൻ രേഖ മുഴുവൻ എൻ്റെ അടുത്തുണ്ട്. ഞാൻ 1235 അനുബന്ധ രേഖകൾ സഹിതം 1265 പേജ് വരുന്ന എൻക്വയറി റിപ്പോർട്ട് CBI-ക്ക് അയച്ചു കൊടുത്തു. സാക്ഷി മൊഴികൾ ഉൾപ്പെടെയല്ലേ ഈ രേഖകൾ? വിജിലൻസിന്റെ ഇതുണ്ടല്ലോ, വിജിലൻസ് അന്വേഷണം നടത്തിയതിന്റെ രേഖകളുണ്ട്. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റംസിലും കമ്പനിയിലും ഗവൺമെന്റ് സെക്രട്ടറിയിലും മുഴുവൻ രേഖകൾ, ഈ കേസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. എല്ലാ രേഖകളൊന്നും ഇനി പൂത്താൻ പറ്റത്തില്ല, അതെല്ലാം എന്റെ കൈക്കലിരിക്കുകയാണ്. ഉണ്ടായ നഷ്ടത്തിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഈ വിദേശ കമ്പനിക്ക് കൊടുത്ത കരാറിന്റെ കണക്കുണ്ട്. ഇമ്പോർട്ട് 7 ലൈസൻസിനും 15 ഇൻവോയ്സ് നടത്തിയ മുഴുവൻ ഇമ്പോർട്ടിന്റെ രേഖകൾ എൻ്റെ അടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് രേഖയാണ് വേണ്ടത്? എനിക്കറിയാത്ത ഒറ്റ ഇതേ ഉള്ളൂ, ആർക്കൊക്കെ എത്ര പൈസ കിട്ടിയെന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വ്യക്തികളെ ചോദ്യം ചെയ്യാനോ അവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാനോ എനിക്കറിയാറില്ല. ഇതിനകത്ത് പൈസ ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ആരെയാണ് കിട്ടേണ്ടത്? ഇതിലേക്ക് ഇടനിലക്കാരനായിരുന്ന ആളെ പിടികിട്ടണം. അയാളെ പിടികിട്ടിയിട്ടില്ല. വിദേശ കമ്പനിയുടെ ആൾക്കാരെ ഒരു ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് കണ്ടത്? ഇന്റർപോളിന്റെ സഹായം തേടി എന്ന് പറയുന്നുണ്ട് 2017. അപ്പം ഞാൻ കണ്ട മറ്റൊരു കാര്യം, ഇത് 2017 ഇന്റർപോളിന്റെ സഹായം തേടിയ സമയത്ത് AVI യൂറോപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ക്ലോസ് ചെയ്തു. ഇതൊരു കടലാസ് കമ്പനി ആയിരുന്നല്ലോ. അവർക്ക് 32 കോടി രൂപ കൊടുത്തിരിക്കുന്നത്. CBI പരിശോധിച്ചിട്ട് എന്താണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ 1.25 കോടി ഒരു സേവനം കൊടുക്കാൻ 1.25 കോടിയുടെ മാസപ്പടി എന്ന് പറഞ്ഞ് കുട്ടി ഒഴിക്കുന്ന ഏറ്റവും വലിയ കേസാണല്ലേ. ഇവിടെ ഉണ്ടായ എന്താണ്? ഈ മെഷീനറി ഇമ്പോർട്ട് ചെയ്ത് അതിനുണ്ടായ 120 കോടി രൂപയാണ് പോയത്. എന്ത് പ്രയോജനം ഉണ്ടായി? അതിനെതിരെ ആർക്കും ഇതിന് നടപടിയില്ല, ആരും അനങ്ങുന്നു പോലുമില്ല. ഇതാണ് ഈ 100 കോടി. ഇപ്പൊ ഈ സ്ഥാപനം
തകർന്ന വിഷയമാണ് 1.25 കോടിയുടെ മാസപ്പടിയാണ്. ഏതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കേസ്. അതെ. പൊതുമുതൽ നഷ്ടമുണ്ടായി 1600ഓളം പേർ തൊഴിൽ പൊതുമേഖലാ സ്ഥാപനം താഴ്ന്നതായി. ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽ നഷ്ടപ്പെടുന്നു. ആ സാഹചര്യത്തിലാണ് ഈ 50 കൊല്ലം ലാഭത്തിൽ പ്രവർത്തിച്ച ഒരു കമ്പനിയാണ് ഒരു തകർത്തല മനസ്സിലാക്കുന്നത്. കേവലം അഴിമതിക്ക് വേണ്ടി മാത്രം. അറിയാതെ പറ്റിയ അബദ്ധമല്ലല്ലോ. ഞാൻ അഴിമതി നടന്ന ശേഷമെല്ലാം പരാതി കൊടുക്കുന്നു. അതിന് 5 വർഷം മുമ്പ് സ്റ്റേ മേടിച്ച് തലേന്നവരേക്കർക്ക് നിരന്തരം പരാതി കൊടുത്ത് തടയാൻ പറഞ്ഞു. ആരും തടയുന്നില്ല എന്നുള്ളത്. ഇല്ലാത്ത എല്ലാവരുടെ ഭാഗത്തും കുറ്റകര അനാസ്ഥയുണ്ടായി. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാര്, IAS, IPS, ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം ഈ നഷ്ടങ്ങൾക്ക് ഉത്തരവാദിയാണെന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ പിണറായി സർക്കാരിന്റെ പിണറായി സർക്കാരിനകത്ത് ഇത് കൈമാറി. അത് കഴിഞ്ഞ് ഞാൻ CBIക്ക് 2021 രണ്ടാമതിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. കോടതിയിൽ വേറൊരു കേസ് വരുന്ന പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് കൊടുക്കും. 2020 ഒക്ടോബറിലാണ് ഇങ്ങനെ കേസ്. ഞാൻ ഹൈക്കോടതി ഹാജരാക്കി എനിക്ക് പ്രൊട്ടക്ഷൻ തന്നെ മാറി. ഒരു മറുപടി അത് വേറെ അയച്ചതല്ലാതെ എനിക്ക് പ്രൊട്ടക്ഷൻ തന്നില്ല, ഒന്നുമില്ല. ഞാൻ ഹാജരാൻ തയ്യാറാണ്. ഇതിന്റെ പിന്നിൽ വലിയ ലോബിയുണ്ട്. നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ടാണ് കൊടുത്ത് ഒന്നും കിട്ടിയില്ല. സംശയം വെച്ചാൽ 2023 നവംബറിൽ ഹൈക്കോടതി 6 മാസം അന്വേഷണം പൂർത്തീകരിക്കാൻ പറഞ്ഞു. CBI ഏറ്റെടുക്കാൻ തിരസ്കരിച്ചു. UDFും LDFും ഉത്തരവാദികളാണ്. എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ CBI ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത്? ഇതിൽ എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഴിമതി കാര്യത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണെന്നുള്ളതാണ് അല്ലേ? ഇത്രയും വ്യക്തമായ ഒരു കേസ് കിട്ടാറുണ്ട്. എല്ലാ തെളിവുകളും ഇരിക്കുകയാണ്. വെറും ആരോപണമല്ല ഇത്, മുഴുവൻ തെളിവുകൾ സഹിതം. അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. എല്ലാ എവിഡൻസും ഞാൻ CBI കൈമാറി 6 വർഷം ആകുന്നു. CBI ഇതേവരെ 6 വർഷം കഴിഞ്ഞ് ഇപ്പോഴും CBI ഇതേവരെ യഥാർത്ഥ പരാതിക്കാരനായ എന്റെ അടുത്ത് വന്നിട്ടില്ല. CBI കാണിച്ച വേറൊരുണ്ട്. ഈ CRPC നിയമം 210 പറയുന്ന ഒരു വിഷയത്തിൽ ഒന്നിലധികം പരാതിക്കാരനുണ്ടെങ്കിൽ ആദ്യത്തെ പരാതിക്കാരൻ ആരോ അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ വിജിലൻസ് കോടതി അന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം ഇതാണ്. ഞാനാണ് യഥാർത്ഥ പരാതിക്കാരൻ. അത് വേറൊരാള് സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ വിജിലൻസ് കോടതി കേസെടുത്ത് അയാള് കമ്പനിയിൽ ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞാൻ പറഞ്ഞില്ല പർച്ചേസിന്റെ കമ്പനിയാണ്. ആ കേസ് എങ്ങനെ വന്നെന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഹരാസ് ചെയ്തു. അയാൾ ഈ പ്രോജക്റ്റിനെ എതിർത്തിട്ടുള്ളതാണ്. റിട്ടയർമെന്റ് ഏജ് 68 അയാൾ 58 വയസ്സിൽ പിരിച്ചുകൊണ്ട് 2 തവണ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഇയാള് പുറത്തുള്ള ഒരാളെ കൊണ്ട് കൊടുപ്പിച്ച കേസാണ് ഇത്. ആ പരാതി കൊടുത്ത ആള് മരിച്ചു, അയാളുടെ വക്കീലും മരിച്ചു, പരാതി കൊടുപ്പിച്ച ഉദ്യോഗസ്ഥൻ മരിച്ചു. വിജിലൻസ് കോടതിയിൽ 13 വന്നപ്പോൾ ഈ റിപ്പോർട്ടിന് അയാൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പം ഈ പരാതിക്കാരൻ ആരാണെന്നുള്ള ആർക്കും അറിയത്തില്ല. എനിക്കറിയാം. എന്താണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഇങ്ങനെയാണ് ആ പരാതിക്കാരൻ. അപ്പൊ ഇയാൾ കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ മാത്രമാണ് ഈ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. CBI എന്ത് ചെയ്തു? അതേ സാധനം തന്നെ എടുത്ത് അവിടെ CBI കോടതി നിർത്തി. എന്റെ അടുത്ത് വന്നിട്ടില്ല. എന്റെ അടുത്താണ് വരേണ്ടത്. അതെ. അപ്പൊ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഫസ്റ്റ് കംപ്ലൈന്റ് ആരാണ്? ഞാൻ കൊടുത്ത കേസ്. ഞാൻ ചോദ്യം ചെയ്യേണ്ട ആൾക്കാരുടെ പട്ടികയിൽ 4 മുഖ്യമന്ത്രിമാരുണ്ട്, 7 മന്ത്രിമാരുണ്ട്, തമിഴ് ഡാം ബോർഡിന്റെ IAS-കാരുണ്ട്, വിജിലൻസ് വകുപ്പിന്റെ തലപ്പത്തിരുന്ന IPS-കാരുണ്ട്, ഹൈക്കോടതി കേസ് വാദങ്ങളുടെ ജഡ്ജിമാരുണ്ട്, ലക്ഷങ്ങളുടെ ഫീസും വാങ്ങി അഴിമതിക്ക് വേണ്ടി വാദിച്ച സർക്കാരിന്റെ വക്കീലന്മാരുണ്ട്. ഇവരെല്ലാം ഉത്തരം പറയണ്ടേ? തീർച്ചയായും. അപ്പൊ ആർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും? അതെ, എന്റെ പരാതിയിലോണം കേസ് രജിസ്റ്റർ ചെയ്യും അല്ലേ? കേരളം മുഴുവൻ പ്രതികൂട്ടിലാവുന്ന, ഭരണകർത്താക്കൾ ഉൾപ്പെടെ എല്ലാവരും പ്രതികൂട്ടിലാവുന്ന ഒരു സാഹചര്യം. ട്രേഡ് യൂണിയൻ നേതാക്കന്മാര്, IAS-കാര്, IPS-കാര്, ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം ഇതിനകത്ത് നഷ്ടത്തിന് ഉത്തരവാദികളാണ്. പൈസ കിട്ടിയെന്നുള്ള വേറെ വിഷയം ആർക്കുന്നുള്ളത്. അതിലൊരു സാക്ഷിമൊഴി മാത്രമാണ് പൈസ കിട്ടിയതിനെ കുറിച്ചുള്ളത്. അതെന്താണ്? അത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിമാരായിരുന്ന 2 പേരെ കുറിച്ചാണ് ആരോപണം ഉണ്ടായിരുന്നത്. വിദേശത്ത് ബന്ധുക്കൾക്ക് പൈസ കിട്ടിയെന്നുള്ളതാണ്. 4 കോടി രൂപ കിട്ടിയെന്നുള്ളതാണ് ആരോപണം. അത് മാത്രമാണ് ഇതിന്റെ അകത്ത് പൈസ കിട്ടിയുടെ ആരോപണം ഏറ്റവും ഉണ്ടായിരുന്നത്. തൊട്ടു മുമ്പ് 3 മരണങ്ങളെ പറ്റി സൂചിപ്പിച്ചല്ലോ. അതിലെന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടോ? സ്വാഭാവികമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അയാളെ ഇതിന്റെ പൊല്യൂഷൻ പ്രോജക്ട് ഒരു ഐകാറ്റ് പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. നമ്പറിൽ അത് 2006 ഒരു ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന കേസായിരുന്നു മാത്രം. അദ്ദേഹത്തിന് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാൻ അവർക്കും അറിയത്തില്ല. ഇവരാരും കേസിന്റെ പുറകെ പോയിട്ടില്ല. പിന്നീട് ഞാൻ ഈ 25 വർഷം നിരന്തരം പിന്തുടർന്നുകൊണ്ട് മാത്രമാണ് ഈ രേഖകൾ മുഴുവൻ എന്റെ കേസ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് താങ്കൾ ഒരാളുടെ ശ്രമഫലം മാത്രമാണ്. ഇതിനകത്ത് ഇല്ല എങ്കിൽ ഇതിന്റെ സത്യം കേരള ജനത ഒരിക്കലും അറിയത്തില്ല. നിങ്ങളെന്താ എല്ലാരും വിചാരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്തോ വിഴുങ്ങിയ കേസ് അവസാനം CBI അല്ലെങ്കിൽ വിജിലൻസ് ആർക്കെങ്കിലും ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്?
തീർച്ചയായും ഇതിന്റെ തീർച്ചയായും. സത്യം ലോകം അറിയത്തില്ല അല്ലേ? അതെ. നിലവിലെ CBI ഈ അന്വേഷണവുമായിട്ട് സഹകരിച്ചും അല്ലെങ്കിൽ സഹകരിച്ചിട്ടുണ്ടോ? പിന്നെ CBI എന്റെ അടുത്ത് വരണ്ട, ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്ത് CBI വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊക്കെ പ്രൈം മിനിസ്റ്റർക്ക് ഇത് കൊടുത്തു, ഓഫീസർക്ക് എല്ലാം ഇത് കൊടുത്തു, CBI എന്റെ അടുത്ത് വരുന്നില്ല. CRPC പ്രകാരം ആദ്യത്തെ പെറ്റീഷണറുടെ അടുത്ത് വരേണ്ടതാണ്, പക്ഷെ അത് ഈ കാലം വരെ സംഭവിച്ചിട്ടില്ല. 6 കൊല്ലമായിട്ട് CBI എന്റെ അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഞാൻ അറിഞ്ഞത് ഈ കുറെ കാലം അവർ ടൈറ്റാനിക് കമ്പനി തന്നെ അവിടെ താമസിച്ച് ഉദ്യോഗസ്ഥന്മാരേക്കും വഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ചോദ്യം ഇങ്ങനെ എന്റെ അടുത്ത് വരണം, എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദ്യം ചെയ്യേണ്ട ഒരു പട്ടിക കൊടുക്കും, അവർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ സഹിതം. ഞാൻ ജയിക്കുന്ന ദിവസം വിജിലൻസ്, അപ്പൊ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഞാൻ പരാതി കൊടുത്തില്ല, ഞാൻ പറഞ്ഞില്ല, ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യലായിരുന്നു. ഞാൻ അതിന്റെ ഒരു കോപ്പി ജയിക്കൽ തോമസിന് നേരിട്ട് തന്നെ കൊടുത്തിരുന്നു. 2016 ജൂലൈ മാസത്തിൽ ജേക്കബ് തോമസ് കമ്പനി റെയ്ഡ് നടത്തിയിരുന്നു. അദ്ദേഹം ഈ അഴിമതിയെ കുറിച്ച് ഇടയായിരുന്നു. അദ്ദേഹത്തെ പക്ഷെ പിന്നീട് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത്. 2017 മാർച്ച് മാസത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വീട്ടിൽ വന്നിരുന്നു, വരാതെ ഞാൻ മൊഴി കൊടുത്തിരുന്നു. പക്ഷെ വിത്തിൻ ഡേയ്സ് ജേക്കബ് തോമസിന്റെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനം തെറിച്ചു എന്നുള്ളത്. കൃത്യമായ അന്വേഷണത്തിന് വേണ്ടി ആരെങ്കിലും മുന്നിട്ട് ഇറങ്ങിയാൽ അവർക്ക് സ്ഥാനം നഷ്ടമാകുന്നു, അവരുടെ തൊഴിലിനെ ബാധിക്കുന്നു എന്നുള്ളതല്ലേ? അതാണ് യഥാർത്ഥ പ്രശ്നം. ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സാറേ, ഞങ്ങളെങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ഇത് കൊടുക്കുന്നത്, റിപ്പോർട്ട് കൊടുക്കുന്നത്? ഞങ്ങളെ അവർ സർവീസ് ഇരിക്കുന്ന കാലത്തുള്ള ഹരാസ് ചെയ്യും. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് വക്കീലന്മാർ വാദിക്കാൻ പോകുമ്പോൾ ചോദിക്കും, എന്താണ് ചോദിക്കുന്നത്? ഗവൺമെന്റിനോട് ചോദിക്കും, ഞങ്ങൾ എന്ത് സ്റ്റാൻഡാണ് കോടതി എടുക്കുന്നത്? അല്ലാതെ നേരിട്ട് പോയി വാദിക്കത്തില്ല. ഇവരെന്താ അപ്പൊ ഇതാരാണ് തീരുമാനിക്കുന്നത്? ലോ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ട് അയക്കുന്നില്ല. വ്യവസായ വകുപ്പിൽ ഒരു കേസ് വരുമ്പോൾ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് ഗവൺമെന്റ് വക്കീൽ കത്തയക്കുകയാണ്, ഈ കേസിൽ ഞങ്ങൾ എന്ത് സ്റ്റാൻഡ് ചെയ്യാൻ എടുക്കണം? ഞാൻ ആർട്ടിക്കൽ ലെറ്ററിൽ കൊടുത്തപ്പോഴാണ് അന്നത്തെ അനിൽ തോമസ് ആണ്, അദ്ദേഹം ജസ്റ്റിസിലേക്ക് എഴുതി ഈ കേസിൽ എന്താണ് സ്റ്റാൻഡ് എടുക്കേണ്ടത്. അപ്പൊ ഈ പൊല്യൂഷൻ, ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് അത് നാട്ടുകാരെ സംബന്ധിക്കാത്തോണ്ടാണെന്ന് പറയുന്നത്. നാട്ടുകാർ ഒപ്പോസ് ചെയ്ത് ഫസ്റ്റ് അസോസിയേഷൻ 100 കോടി പദ്ധതി എതിർക്കുന്നതായിട്ട് ലോകായത്തിന് വിധി കിടക്കുകയാണ്. അതാരും ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു പോയിന്റ് എങ്ങനെയാണ് പിന്നീട് വരുന്നത്? അപ്പൊ ഹൈക്കോടതി ചോദിക്കേണ്ടത് നിങ്ങൾ അവിടെ എഗ്രി ചെയ്തിരുന്നതാണോ? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം CBIയെയും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്കൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപായിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഗവർണറിനെ സമീപിച്ചിരുന്നല്ലോ. അതിൽ എന്താണ് സാഹചര്യം, നിലവിലെ സ്ഥിതി എന്നൊന്ന് പറയാം? ഈ ടൈറ്റാനിയം വിഷയമായിട്ട് 25 കൊല്ലത്തിനിടയിൽ ഞാൻ യഥാർത്ഥത്തിൽ സമീപിക്കാത്ത ആരെയില്ല എന്ന് പറയാം. ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ എത്രയോ അധികാര കേന്ദ്രങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഒരു സൊല്യൂഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. സൊല്യൂഷൻ പറഞ്ഞാൽ ഇങ്ങനെ കേസ് നീണ്ടുപോകുന്നു പറഞ്ഞത്. കഴിഞ്ഞ 2024 ഏപ്രിൽ 14 ഗവർണറെ സമീപിക്കാറുണ്ട്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു, ഡ്യൂട്ടി കൺസെഷൻ മേടിച്ചിരുന്നത്. 2007-8 കാലഘട്ടത്തിൽ ഇമ്പോർട്ട് ചെയ്തപ്പോൾ 17 കോടി 31 ലക്ഷം രൂപ ഡ്യൂട്ടി കൺസെഷൻ മേടിച്ചു. ഈ പൈസ ഇവര് 15% ഇൻട്രസ്റ്റ് സഹിതം അടയ്ക്കണം. ഇതിങ്ങനെ വന്ന് എത്ര വർഷമായി മനസ്സിലാക്കണം. ഞാനത് നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഒരു കള്ളത്തരം എഴുതി കൊടുത്ത് എക്സ്റ്റൻഷൻ മേടിച്ചോണ്ടിരുന്നു. IRS-കാരനാണ് ഒത്തു കളിച്ചാണ് എക്സ്റ്റൻഷൻ കൊടുത്തത്. ഇമ്പോർട്ടിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതല്ലേ? അത് കൊടുത്ത് ഇമ്പോർട്ട് എപ്പോഴും പതിയെ ഡ്രോപ്പ് ചെയ്തു പോയി. ഇത് നീട്ടിക്കൊണ്ട്, കാരണം ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഫർണിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കൊടുത്ത് IRS-കാരും IRS-കാരും എല്ലാം ഒത്തു കളിച്ച് റവന്യൂ റിക്കവറി ഇത്രയും വർഷം നീട്ടിക്കൊണ്ടേ ഞാൻ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2010 കൊടുത്താണ് കസ്റ്റംസിന്റെ പക്കലും DRAയുടെ പക്കൽ നേരിട്ട് കൊണ്ട് കൊടുത്താണ് മുഴുവൻ കള്ളത്തരാണെന്ന്. ഒരിക്കലും ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഫർണിഷ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇത്രയും കാലം നീട്ടിക്കൊണ്ടേ ഇപ്പൊ 2024 ആയപ്പോൾ ഒരു ആംനസ്റ്റി സ്കീം അവിടെ അനൗൺസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ, ഇതിന്റെ വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് പറയും. അപ്പോൾ 18 കോടി 93 ലക്ഷം രൂപ അത് വന്ന് എക്സ്പോർട്ട് ഓബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാതെ 35 കോടി രൂപ ഫൈനും വന്നു. 2017 റിക്കവറിക്ക് നോട്ടീസ് കൊടുത്താണ് കമ്പനിയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത്. അത് IAS-കാരനോട് ഇടപെട്ട് തടഞ്ഞ് അങ്ങനെ വീണ്ടും നീട്ടിക്കൊണ്ട് 24 സ്കീം ഓപ്പൺ ചെയ്യാം. 2019 ഇത് CBIക്ക് കൈമാറിയ കേസാണ്. അതിൻ്റെ അകത്ത് കണ്ടീഷൻ ഉണ്ട്, എൻക്വയറി നടക്കുന്ന ഒരു കേസ് സെറ്റിൽമെന്റ് പറ്റത്തില്ല. ഇതിങ്ങനെ വന്ന് ഇവരൊത്ത് കളിച്ച് 100 കോടിയോളായി. എന്റെ ഇൻട്രസ്റ്റ് 17 കോടി 30 ലക്ഷം രൂപ, 15% വെച്ച് ഇത്രയും ഇൻട്രസ്റ്റ് 35 കോടി രൂപ 100 കോഴ്സിന് എടുത്തെത്തി. ഇവര് ഓപ്പൺ ചെയ്ത് 18 കോടി 90 ലക്ഷം രൂപ എല്ലാം അടച്ചു കഴിഞ്ഞാലാണ് വൺ ടൈം സെറ്റിൽമെന്റ് കുറച്ചു കൊടുക്കാന്നുള്ള ഒരു ഇത് വരുന്നത്. ഉടനെ അവര് കമ്പനി ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യുക. ഈ ഡ്യൂട്ടി അടയ്ക്കാൻ കമ്പനി പൈസ ഇല്ല. ഇത് ക്യാബിനറ്റിന്റെ രേഖകൾ മുഴുവൻ ഉണ്ട്.
വെബ്സൈറ്റിൽ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇത് യാദൃശ്യമായിട്ട് ഞാൻ നടത്തിയപ്പോഴാണ് ഇത് കാണുന്നത്. ക്യാബിനറ്റ് ഫിനാൻസ് ഒപ്പോസ് ചെയ്തു. അപ്പൊ അതിനകത്ത് ഈ കേസ് ഡീറ്റെയിൽസ് മുഴുവൻ പറയുന്നുണ്ട് എന്താണെന്നുള്ളതെല്ലാം പറഞ്ഞിട്ടാണ് ഇത് വരുന്ന ഇൻഡസ്ട്രീസിൽ. ഫിനാൻസിന്റെ ഒബ്ജക്ഷൻ ഓവർറൂൾ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് കരുണാകരൻ ഈ 18,90,00,000 രൂപ സാങ്ഷൻ ചെയ്തു. അപ്പൊ അതെന്താണ് യഥാർത്ഥത്തിൽ ഇത് അഴിമതിയുടെ ബാധ്യതയാണ്, അല്ലാതെ സുനാമിയോ ഭൂകമ്പമോ പ്രകൃതി ദുരന്തമോ ഉണ്ടായ ഒരു നഷ്ടമല്ല. അഴിമതിയുടെ ബാധ്യത ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഖജനാവിലെ പൈസ എന്ന് പറയുന്നത് നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാതെ അഴിമതിയുടെ ബാധ്യത തീർക്കാനുള്ളതല്ല. അഴിമതിക്ക് ഉത്തരവാദികളായവരുടെ സ്വത്ത് കൊണ്ടുവെക്കാനുള്ളത് എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ സമാന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാങ്കുകളുടെ ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ അഴിമതി ഫണ്ട് കാണാതെ പോയ സാഹചര്യത്തിലും ഗവൺമെന്റിന്റെ ഫണ്ട് എടുത്ത് പൊതുജനത്തിന്റെ നികുതി പണം എടുത്ത് സെറ്റിൽ ചെയ്യുന്ന ഒരു സ്ഥിതി പലപ്പോഴായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്താണ് കേസ്? എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഈ നടന്നത് അഴിമതിയാണെന്നുള്ള വിജിലൻസ് ശരിവെച്ചു. അപ്പൊ 19 ആദ്യം 13 അഴിമതി ഇൻട്രസ്റ്റ് കർഷം തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൗണ്ടർ ചെയ്തു. എൻക്വയറി ഓർഡർ ചെയ്ത് ഈ 19 ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് 165 കോടിയുടെ നഷ്ടം 13 വരെ ഉണ്ടെന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറി എഴുതിയ IAS തെറ്റ് പറ്റിയാണ് 6.2 ബില്യൺ എന്ന് കൊടുത്തത്. 1 ബില്യൺ 100 കോടിയാണ്, അത്രയും നഷ്ടമില്ല. അത് കണക്കിൽ തെറ്റിപ്പോയി. 62 കോടി എന്നുള്ള 6.2 ബില്യൺ ആയിപ്പോയതാണ്. 165 കോടിയുടെ നഷ്ടമുണ്ടെന്ന് വിജിലൻസ് തന്നെ അംഗീകരിച്ചിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. യഥാർത്ഥ നഷ്ടം അതിലും മേലെയാണ്. 300 കോടി എടുത്ത് ഇതിന്റെ ഇത് കൊടുക്കും. 2013 വരെ ഇതിന്റെ നഷ്ടം ഞാൻ പറയാവുന്നത് അവസാനമായിട്ട് ഈ ഇമ്പോർട്ട് ചെയ്ത 62 കോടി രൂപ ഉദ്ദേശ കമ്പനി കൊടുക്കുന്നു. അന്ന് 3.5 കോടി രൂപ എടുത്ത് ഡ്യൂട്ടി കൊടുക്കുന്നു. 32 കോടി രൂപ പലിശ കൊടുക്കുന്നു ഇമ്പോർട്ട് ചെയ്യാൻ ലോൺ എടുത്തിട്ട്. 5.5 കോടി രൂപ വെക്കോൺ അടിച്ചുകൊണ്ടുപോയി. പിന്നെ ഇതിന്റെ മറ്റു നഷ്ടങ്ങളുണ്ട്. ഈ പ്രോജക്റ്റ് ഒക്കെ പോകുന്നതിന് മുൻപ് ഒരു വർഷം ഇതിന്റെ ഇത് സെയിൽ ടാക്സ് ആയിട്ട് സർവീസ് ചാർജ് ആയിട്ടൊക്കെ 30 കോടിയോളം രൂപ ഗവൺമെന്റ് റവന്യൂ കിട്ടിക്കൊണ്ടിരുന്നതാണ് ടൈറ്റാനിയം കമ്പനിയിൽ നിന്ന്. ആ പൈസ ഇവിടെ പോയി. ഇത്രയും കൊല്ലം കൊണ്ടുണ്ടായ നഷ്ടം എത്രയാണ്? ഒരു ബാലൻസ് ഷീറ്റ് രേഖപ്പെടുത്തിയ നഷ്ടം 200 കോടിക്ക് മേലെയാണ്. ഇപ്പം ഇതിന്റെ സ്ഥിതി ഇതാണ്. അടച്ചുപൊട്ടുന്നത്. കാരണം ഗവൺമെന്റ് ലോണ് കൊടുക്കാൻ പാടില്ല എന്ന് ഉമ്മൻചാണ്ടി കാലത്ത് ജിയോ ഇറങ്ങിയിരുന്നു. അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ലോൺ കൊടുത്തു കോടികൾ. കാരണം അതും അതിന്റെ പലിശയും എല്ലാം കൂടെ വന്ന് 92 കോടി രൂപ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്ത് ഏതോ ഒരു IAS ബുദ്ധി പറഞ്ഞ് ആ 92 കോടി രൂപ ഓഹരിയാക്കി മാറ്റി. ഓഹരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടല്ലോ. ആ ഓഹരിക്ക് 10 പൈസ ഡിവിഡൻഡ് ഇല്ല. ഗവൺമെന്റ് ഉണ്ടായ നഷ്ടങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കണം. ഈ 92 കോടി രൂപ ഇതും പോയി. ഈ ഒരു പ്രോജക്റ്റിലായിട്ട് പോകുന്നത്. അപ്പൊ ഈ 18 കോടി 93 ലക്ഷം രൂപ മുഖ്യമന്ത്രി ഇടപെട്ട് സാങ്ഷൻ ചെയ്ത് കൊടുത്തതായിട്ട് രേഖ വന്നു. ക്യാബിനറ്റ് ഡിസിഷൻ കംപ്ലീറ്റ് ഡെവലപ്മെന്റ്. ഞാൻ നേരെ ഗവർണറെ അപ്രോച്ച് ചെയ്തു. ഇതെന്താണ് അബ്യൂസ് ഓഫ് പവർ ആണല്ലേ? എല്ലാവരിൽ നിന്നും പൈസ ഇത്രയും കോടി നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് കൊടുക്കുന്നത്. പ്രോസിക്യൂട്ട് ചെയ്യാൻ സാങ്ഷൻ തരാൻ പറഞ്ഞു. മുഖ്യമന്ത്രി, എന്റെ വ്യവസായ മന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ, ചീഫ് സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, ടൈറ്റാനിയം മന്ത്രി. നിങ്ങൾ ഉത്തരം പറയാനുള്ളത് എന്തുകൊണ്ട് സാങ്ഷൻ ചെയ്തു എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാതെ ചെയ്തല്ലല്ലോ ഇത്. നിങ്ങൾക്ക് അറിയാം വിജിലൻസ് അന്വേഷിച്ച് പിണറായി സർക്കാരിന്റെ വിജിലൻസ് ആണല്ലോ 150 കോടി നഷ്ടമുണ്ടെന്നുള്ളത്. TV അന്വേഷിക്കുന്ന കേസാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട് അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാതെ നിങ്ങൾ ഖജനാവിൽ പൈസ കൊടുത്തു? വിൽഫുൾ അബ്യൂസ് ഓഫ് പവർ. പബ്ലിക് സർവീസിന് നടപടിയെടുക്കണം, സാങ്ഷൻ തരാൻ പറയുന്നു. മുഖ്യമന്ത്രിയെ സാങ്ഷൻ തരേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോഴാണ് കൊടുത്തത്. ഞാൻ 2 റിമൈൻഡർ കൊടുത്തു. സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്. നിങ്ങളുടെ മുൻപാകെ ലഭിക്കുന്ന രേഖകൾ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സാങ്ഷൻ കൊടുക്കാം. തൃപ്തികരമല്ലെങ്കിൽ അക്യൂസ് ആയിട്ടുള്ള ഭാഗം കേൾക്കണം. ഞാൻ 850 പേജ് രേഖകളാണ് കൊടുക്കുന്നത് ഗവർണർ. കംപ്ലീറ്റ് എവിഡൻസ് റിവിഷൻ റെക്കോർഡ്സിന്റെ അകത്തുണ്ട്. ചോദിക്കണമെങ്കിൽ ചോദിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നും. പക്ഷേ ഗവർണർ സുപ്രീം കോടതി വിധികളുടെ യെസ് ആയാലും നോ ആയാലും 3 മാസം മറുപടി കൊടുക്കുന്നതാണ്. ഇപ്പൊ 1.5 വർഷമായി. ഞാൻ പുതിയ ഗവർണർ 6 ലെറ്റർക്കും കൊടുത്തു, മറുപടി ഇല്ല. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് RT ലെറ്റർ എഴുതിയിരിക്കണം. ഗവർണറെ നീക്കം ചെയ്യാൻ ആരെയാണ് അറിയിക്കുന്നത്? ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കഴിവില്ലാത്ത, അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിവില്ലാത്ത ഒരു ഗവർണറെ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്. എന്തിനാണ് ഇങ്ങനെ കോടികൾ മുടക്കിയ ഒരു ഗവർണറെ നമ്മൾ ഇവിടെ തിരിപ്പറ്റുന്നത്? തീർച്ചയായും അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലാത്ത ഗവർണർ, അഴിമതിക്കെതിരെ പോരാടുന്ന പൗരന്മാർക്ക് നീതി ലഭ്യമാക്കാൻ കഴിയില്ലാത്ത ഗവർണർ നമുക്ക് എന്തിനാണ്? നിങ്ങൾ എനിക്ക് റിപ്ലൈ തരണം. ഞാൻ ആരെ സമീപിക്കണം? അതെന്തുകൊണ്ട് വരുന്നില്ല? ഇത് ചെറിയൊരു കേസല്ലാന്ന് മനസ്സിലാക്കണം. ഈ ഒരു സ്ഥാപനം ഇത്രയും കോടികൾ നഷ്ടമുണ്ടാക്കിയ
ഒരു സംഘടിത കൊള്ളയടിയാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഇതിന്റെ പിന്നിലെ ലോബികൾ എത്രയാണ്? എന്തുകൊണ്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ ഇതിനെതിരെ മിണ്ടുന്നില്ല? ഞാൻ 2016 BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ഓഫീസിൽ നേരിട്ട് പോയി കണ്ട് ഇതിന്റെ രേഖകൾ കൊടുക്കാൻ ഈ പോരാട്ടം നിങ്ങൾ ഏറ്റെടുത്ത്. അപ്പം ഞാൻ മടുത്തു ഇത്, എനിക്ക് തന്നെ ഇത് പറ്റത്തില്ല, ഒരു നടപടിയില്ല. 2019 മെയ് മാസത്തിൽ MLA ആയിരുന്ന O രാജഗോപാലിനെ ഞാൻ MLA ഹോസ്പിറ്റലിൽ കണ്ട് ഈ രേഖകൾ കൊടുത്ത് ഈ ലീഗൽ നിങ്ങൾ ഏറ്റെടുത്ത്. എനിക്ക് തന്നെ ഈ പോരാടി ഞാൻ മടുത്തു പോകുന്നത്. ഞാൻ എവിടെയാണ് പോകേണ്ടത്? നീതിക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ച് ജുഡീഷ്യറി ഉൾപ്പെട്ട അഴിമതി എവിടുന്നാണ് എനിക്ക് നീതി ലഭ്യമാകുന്നത്? അനക്കമില്ല. കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും അനക്കമില്ല. രാജീവ് ചന്ദ്രശേഖരന് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ പോരാട്ടം നിങ്ങൾ ഏറ്റെടുക്കുക, എനിക്ക് നീതി ലഭ്യമാകും, അതിന് അനക്കമില്ല. അപ്പൊ ഇനി നീതിക്ക് വേണ്ടി ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത്? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഈ അഴിമതിക്കെതിരെ പോരാടാൻ ജനങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ ഈ മഹാന്മാരായ നേതാക്കന്മാർക്ക് ആഹ്വാനങ്ങൾ നടത്തുന്നത്. അഴിമതിക്കെതിരെ പോരാടാൻ മുമ്പോട്ട് വന്ന എന്റെ സ്ഥിതി എന്താണ്? അവർക്ക് നീതി ലഭ്യമാക്കണം എന്ന് പറയാൻ പോലും ഒരു മനുഷ്യനില്ല. നിങ്ങൾ എന്നെ പിന്തുണച്ചില്ലെങ്കിൽ വേണ്ട. ഇത്രയും നേതാക്കന്മാരുണ്ട്, ഇത്രയും പാർട്ടികളുണ്ട്, ഇത്രയും അഴിമതി വിരുദ്ധ സംഘടനകളുണ്ട്, എനിക്ക് നീതി ലഭ്യമാക്കണം എന്ന് പറയാൻ പോലും ആരുമില്ല. ഞാൻ ആരെ സമീപിക്കണം ഈ നീതിക്ക് വേണ്ടി? കൃത്യമായ ധാരണകൾ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ BJPയും CPM-ഉം തമ്മിൽ ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? അവരും ഉത്തരം പറയേണ്ടവരാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ എത്രയോ തവണ ഡൽഹിയിൽ പോകുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയാണ് ഇതിനകത്ത് പ്രതി എന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ. നിങ്ങൾക്ക് എന്നാ പിന്നെ പ്രധാനമന്ത്രിയെ അമിത്ഷായും കണ്ട് പറയാൻ പാടില്ലേ മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണം സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്? എന്താ ചെയ്യാത്തത്? ഇത്രയും നേരം സംസാരിച്ചതിൽ വെച്ച് എല്ലാ കോണുകളിൽ നിന്നും പ്രതികൂലമായ പ്രതികരണങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ കേസ് ഇനി അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഏത് വിധത്തിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നത്? വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ കേസിൽ വന്നുപെട്ടതെന്നുള്ളതാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. കാരണം വേറൊരാൾക്ക് ഈ കേസ് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടുന്ന് ജോലി മേടിച്ചു പോകേണ്ടി വന്നു. അതൊക്കെ ഒരു പദ്ധതിയുടെ ഭാഗം. പിന്നീട് ഞാനത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്കറിയത്തില്ല ഇതിന്റെ അവസാനം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് പൂർത്തീകരിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മടങ്ങും, അത്രമാത്രമേ എനിക്കറിയത്തുള്ളൂ. നീതി ലഭിക്കാൻ ഇനി ആരെയാണ് സമീപിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അറിവുള്ള ആളുകൾ പറഞ്ഞു തരട്ടെ, പ്രതികരിക്കട്ടെ. ഞാൻ ആരെ സമീപിക്കണം? ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി സകലരെ സമീപിച്ചു, കേരളത്തിനോട് സമീപിച്ചു. കേസ് അട്ടിമറിക്കപ്പെട്ടു. വിജിലൻസ് CBI കുറ്റപത്രം കൊടുക്കുന്നില്ല. എന്ത് ചെയ്യും ഈ സാഹചര്യത്തിൽ? ഞാൻ ജുഡീഷ്യറി എന്നാ പിന്നെ കോടതി സുഖമോട്ടെ എനിക്കെതിരെ കേസ് വെക്കട്ടെ. അങ്ങനെയാണെങ്കിലും ഞാൻ ഹാജരാകാൻ തയ്യാറാണ്. അതും എടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ കേസ് കൊടുത്ത കേസ് ഇങ്ങനെ വരത്തില്ല. ജുഡീഷ്യറി കൂടി ഉൾപ്പെട്ട ഒരു അഴിമതിയിൽ ഞാൻ കോടതി സമീപിച്ച് കോടതി ഇങ്ങനെ സ്വീകരിക്കത്തില്ല, കേസ് കയറിണ്ടാകത്തില്ല. ഇങ്ങനെ കോടതിക്ക് വരാത്ത കയറി ഇറങ്ങാൻ ജീവിതം തീരാന്നല്ലാതെ വേറെ കാര്യമില്ല. അല്ലാതുള്ള എന്ത് വഴി സമയാകും എന്തെങ്കിലും ഒരു തിരിഞ്ഞു വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ അടുത്തതൊന്നുമില്ല, ഗവർണറെ പുറത്താക്കാൻ പറഞ്ഞ് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോവാണ്. ഇനി ഗവർണർ മറുപടി തരട്ടെ. എനിക്ക് തീർച്ചയായും ഗവർണറാണ് മറുപടി തരേണ്ടത്. ഇനിയിപ്പോ അല്ലാതെ ആരാണ് തരേണ്ടത്? ഈ കേസിൽ CBI കുറ്റപത്രം കൊടുക്കും, CBI വരാൻ തയ്യാറല്ല. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥിരം ഡൽഹിക്ക് പോകുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രിയെ കണ്ട് പറയട്ടെ ഈ കേസ് സ്പീഡപ്പ് ചെയ്യണമെന്ന്. എന്തുകൊണ്ട് ഇവര് നീതി ലഭ്യമാക്കണം, എനിക്ക് നീതി ലഭ്യമാക്കണം പറയാൻ ആരും തയ്യാറല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ എല്ലാം വെറും ഉടായിപ്പുകളാണെന്നുള്ളതാണ്. സംഘടിത കൊള്ളതന്നെയാണ് നടക്കുന്നത്. ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തില് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഒരു പ്രസ്താവന കൊടുക്കുന്നതല്ലാതെ സത്യസന്ധതയും ആദർശമുള്ള നേതാക്കന്മാരെ നമുക്ക് കുറവാണ്. ഇപ്പൊ അഴിമതി രഹിതമായ കേരളത്തെ ഉണ്ടാക്കാനായി രഥയാത്രയും പദയാത്രയും ഘോഷയാത്രയൊക്കെ നടത്തി മോന്ത കരുവാളിലെ കുറെ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ഇന്ന് എത്രയോ കാണുന്നു. ഈ ട്രാവൻകൂട്ടായിട്ട് അതിനെ നഷ്ടമാക്കിയ കോടികൾക്ക് ഉത്തരവാദി ആയവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം, അവരുടെ സ്വത്തുക്കൾ കണ്ടു കെട്ടണം എന്ന് പറയാൻ ഒറ്റ രാഷ്ട്രീയ നേതാവും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ചോദിച്ചു നോക്കാറുണ്ട്, ആരെങ്കിലും വാങ്ങുമ്പോ ഒരാൾ പോലും ഉണ്ടത്തില്ല. അപ്പൊ ഇതെന്താണ് കേരളം? ഇത് എന്താണ് പിന്നീട് ആദർശം പറയുന്നത്? ഇതൊക്കെ മാധ്യമങ്ങൾ ഊതികുറിപ്പിച്ച് വെറും ബലൂണുകൾ മാത്രമാണ് നമ്മുടെ ആവശ്യ തീരുമാനമാണത്. നേരെ നിന്ന് പോരാടാൻ ധൈര്യമുള്ളവർ ആരുമില്ല. ഇതാണ് പക്ഷേ പോരാടുന്നവന്റെ നീതി ലഭിച്ചേക്കില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്താണോ ദൈവത്തിന്റെ പദ്ധതി അത് നടക്കട്ടെ, ഞാൻ പോരാടിക്കൊണ്ടിരിക്കുക എന്ന് മാത്രം. ഓക്കെ, പോരാട്ടം തുടരും. പോരാട്ടം തുടരാൻ പറ്റത്തില്ല. തീർച്ചയായും. കാരണം ഞാൻ പോരാടിയത് ശരിയാണ്, വസ്തുതയ്ക്ക് വേണ്ടിയാണെന്നുള്ള
ലോൺ അംഗീകരിക്കുന്ന ഒരു കാലം പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താ അടുത്ത തലമുറ എന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ഈ കമ്പനിയുടെ വികസനം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഒരു ദോഷി സാമൂഹ്യ ദ്രോഹി അല്ലേ? ഞാൻ പ്രോജക്റ്റിനെതിരെ കേസ് കൊടുത്തത് എന്താണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഓക്കെ. ഞാൻ അങ്ങനെയല്ല അറിയപ്പെടുക. ഞാൻ വിവരമില്ലാത്തതൊക്കെ പറഞ്ഞു. യഥാർത്ഥം നടന്ന സംഭവം എന്താണെന്ന് ആൾക്ക് അറിയത്തില്ല. അതെന്തായിരുന്നു ആ കേസ്? ഞാൻ കമ്പനി മാനേജ് ഡയറക്ടർ എന്നെ ആക്ഷേപിച്ച ഒരു വാക്കുണ്ട്. അതെന്റെ മനസ്സിലൊരു തീപ്പിരിയായി നിന്നുകൊണ്ട് ഐ വാണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ഐ എം നോട്ട് ആൻ ഇഗ്നോറന്റ് വർക്കർ. അതാണ് ഈ കേസ് മുമ്പോട്ട് പോകാൻ അത് പ്രൂവ് ചെയ്തിട്ടേ ഈ കേസ് തീരുവുള്ളൂ. അതുവരെ ഞാൻ പോരാട്ടം തുടരും. അംഗീകരിക്കട്ടെ. ഗവൺമെന്റ് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? റിട്ടയർ ചെയ്യുന്ന ജീവനക്കാർക്ക് നൽകുന്ന ഒരു കോട്ട സ്വർണം മുതൽ 23 കൊല്ലമായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. അത് വാങ്ങിത്തരാൻ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? ഇല്ല. പിന്നെ എവിടെയാണ് നീതി നടപ്പിലാക്കിയെന്ന് പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഈ നിമിഷം വരെ താങ്കൾ ബലിയാടായി. അതോടൊപ്പം തന്നെ ബലിയാടാക്കപ്പെട്ട ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഇത്രയേറെ ബലിയാടുപോയി. 200-250 കോടി അഴിമതി നടത്തി എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് ബലിയാടായി ആയ സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമോ നേതാക്കളോ ഇതില് കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി. നിരപരാധിത്വം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ്സ് ഇല്ല എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിലുണ്ട്. അപ്പോൾ അത് നാളുകളിൽ ഉണ്ടാകാൻ അദ്ദേഹത്തിന് അനുകൂലമായി ഏതെങ്കിലും ഒരു നേതാവ് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം മുന്നിട്ടിറങ്ങാനുള്ളൊരു സാഹചര്യത്തെ കുറിച്ച് എന്താണ് വിലയിരുത്തുക? ഇതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരാണ്. സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ നടത്തിയൊരു പ്രസ്താവനയും കാണുകയുണ്ടായി. ഒരു ആരും പിന്തുണയ്ക്കാൻ ഉണ്ടായില്ല എന്നുള്ളത്. അതേ അവസ്ഥ തന്നെയാണ് ടൈറ്റാനിയം കേസിൽ ഉണ്ടായെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ ഇത് തെറ്റാണെന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം തന്നെ പ്രസ്താവന കൊടുക്കട്ടെ എന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരും പ്രസ്താവന കൊടുക്കട്ടെ. AK ആന്റണിക്ക് ഇതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുണ്ട്. ടൈറ്റാനിയം അഴിമതിയെ കുറിച്ച് അദ്ദേഹവും പ്രസ്താവന കൊടുക്കട്ടെ എന്താണെന്നുള്ളത്. അപ്പൊ ഇതില്ലാ കാലാകാലത്തുള്ള ഉമ്മൻചാണ്ടിക്ക് ടൈറ്റാനിയം കള്ളെന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അത് തിരുത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബം കൂടെ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതാണെന്നുള്ളത് എന്റെ അഭിപ്രായം. അതിന്റെ മുഴുവൻ രേഖകളും എന്റെ പക്കലിരിക്കുന്നു. നടന്ന സംഭവം എന്താണെന്നുള്ളത് ലോകം അറിയട്ടെ എന്താണെന്നുള്ളത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സംഘടിത കൊള്ളകളായിട്ട് നമുക്ക് മുന്നിലുള്ളത് ഒന്ന് ടൈറ്റാനിയം അഴിമതി, അതോടൊപ്പം ലാവ്ലിൻ കേസ് എന്നിവയാണ്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് രണ്ടിലും പ്രധാനപ്പെട്ട വിഷയം. രണ്ടും നാനാർ സർക്കാരിനകത്ത് രൂപം കൊണ്ടത്. ടൈറ്റാനിയത്തിന്റെ ആ പ്രോജക്റ്റിന് അന്ന് കരാർ കൊടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. രണ്ട് നാനാർ സർക്കാരിനകത്താണ് വരുന്നത്. ഞാൻ കണ്ട കുറെ പിന്നീട് ഞാൻ ഈ ടൈറ്റാനിയം കേസ് പഠിക്കുന്നതിനിടയിലാണ് ഈ ലാവ്ലിൻ കേസിനെ കുറിച്ച് പഠിക്കാനിടയായത്. ഉപേദി ജഡ്ജിയുടെ 2017 100 പേജുള്ള വിധിയുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. CPMന്റെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗിന്റെ റെസൊല്യൂഷൻ അതില് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ട ഈ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ February 10 എന്നുള്ളത് ഈ അഴിമതിക്കാർക്ക് ഒരു ആശയുള്ള ഒരു ഡേറ്റ് ആയിട്ട്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? 10/2/97 ലാവ്ലിൻ കമ്പനിയായിട്ട് കരാർ ഒപ്പിടുന്നത്. 10/2/2006 മുമ്പ് കൊല്ലം കഴിഞ്ഞ് ടൈറ്റാനിയത്തിന്റെ വിദേശ വഴിക്ക് കരാർ കൊടുക്കുന്നത്. ഈ രണ്ടിലും വിദേശ കമ്പനികളാണ്. ഈ രണ്ടിലും ഏജന്റുമാരുണ്ട്. ഈ രണ്ടിന്റെ ഏജന്റുമാരെ പിടികിട്ടിട്ടില്ല. ലാവ്ലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റിനെ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ആർക്കൊക്കെ എത്ര പൈസ കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പിടികിട്ടിട്ടില്ല. ടൈറ്റാനിയത്തിന്റെ ഇടനിലക്കാരനെ പിടികിട്ടിട്ടില്ല. വിദേശ കമ്പനികൾ ഉൾപ്പെട്ട അഴിമതിയാണ് ഈ രണ്ടും എന്നുള്ളതാണ്. ലാവ്ലിന്റെ ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രണ്ട് അഴിമതികളും തമ്മിലൊരു കീ പേഴ്സൺ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും രണ്ടിന്റെ ഇടനിലക്കാർ ഒരു ഘടകം മാത്രമേ. പക്ഷെ ഇതിന് രൂപം കൊടുത്ത ആൾക്കാർ ആരൊക്കെയാണ്? അത് ഭരണത്തിരുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ലാവ്ലിന്റെ കണ്ട ഒരു പ്രധാന ഒരു പോയിന്റ്, ഒത്തിരി പോയിന്റ്സ് ഉണ്ടെങ്കിലും CPM പറയുന്ന ഒരു ന്യായം എന്താണ്? സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയാണ് ഞാനാരും പിണറായിയും കാനഡയിൽ ചർച്ച നടത്തിയത്. ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ച് അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്നുള്ളതാണ് പോയിന്റ് അല്ലേ? ഓക്കെ, അതെ, അതാണ് പറയുന്നത്. 96 സെപ്റ്റംബറിലാണ് ഇത് കൊടുക്കുന്നത്. ബാലാടന്റെ കമ്മിറ്റി നിയമിക്കുന്നത്. 96 ഒക്ടോബറിലാണ് നായനാരും പിണറായി വിജയനായിട്ട് കാനഡയിൽ പോയി ചർച്ച നടത്തി
ഇതോട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ഇവർ ഈ പറയുന്ന പോയിന്റ് തന്നെയാണ് ഇന്റർനാഷണൽ കറപ്ഷന്റെ ഒരു തെളിവുന്നുണ്ട് ഇവർ മനസ്സിലാക്കുന്നതാണ്. അതായത് ഇതുവരെ റേസ് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഞാൻ കാണുന്നത്. ഈ ലാവ്ലിൻ കരാർ യഥാർത്ഥത്തിൽ ആരാണ്? KCB ആണ്, ബോർഡാണ് തീരുമാനിക്കുന്നത് അല്ലെ, CPO സംസ്ഥാന കമ്മിറ്റി ഇല്ല. ഇവിടെ വലിയൊരു വിരോധാഭാസം അതിനകത്ത് കാണുന്നു. രേഖയിരിക്കുന്ന എന്താണ്? ഇവർ പറയുന്ന രേഖ എന്താണ്? അത് സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദത്തോടെ അവിടെ പോയി കരാർ വെക്കാൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം KCB ബോർഡിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ? തീർച്ചയായും. അതെന്തിനാണ്? CPO സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുന്നത് ആർക്ക് കരാർ കൊടുക്കുന്നതാണെന്നുള്ളത്. അതാണ് ഇന്റർനാഷണൽ കറപ്ഷന്റെ തെളിവായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഈ അഴിമതി കേസുകൾ എങ്ങനെ നടക്കുമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. രാഷ്ട്രീയ തലത്തിലല്ലാതെ കൂടാതെ തന്നെ നടക്കുന്നത്. അത് അഡ്വേഴ്സ് എവിഡൻസ് ആണെന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. ഓക്കെ, പലരും പല രീതിയിൽ പറയും. ഈ തീരുമാനം അടിച്ചേൽപ്പിക്കൂടായിരുന്നു ഉദ്യോഗസ്ഥന്മാർ. ഇതിനകത്ത് പറയുന്ന ഒരു പോലെ ബാലാനന്ദ കമ്മിറ്റി വെക്കുന്ന ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് കരാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് സുബൈദ കമ്മിറ്റിയാണ് എനിക്ക് ഇന്റേണൽ കമ്മിറ്റി ഇതിന്റെ ലാവലിന്റെ എമൗണ്ട് കൂടുതലാണെന്ന് NHPCയുടെ അഡ്വൈസ് ഇടുന്നുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ കരാർ കൊടുക്കുന്നത്, കൊടികളെ നഷ്ടം ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് UDF തുടക്കം കുറിച്ചെന്ന് പറയുന്നത് സെയിം ഇത് തന്നെയാണ്. നാനാർ സർക്കാരിന്റെ കാലത്ത് ഇത് കൊണ്ടുവരുന്നു, അത് കഴിഞ്ഞ് കരാർ കൊടുക്കുന്നു, UDF ഇരിക്കുന്നു, പൈസ കൊടുക്കുന്നു, ബാക്കിയല്ല ഇനിയപ്പുറത്ത്. അപ്പം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ലാവലിന്റെ ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ ഇത് കൊടുത്തു, അതിന്റെ ഈ മലബാർ ക്യാൻസർ ആശുപത്രിയുടെ കാര്യത്തിൽ എഗ്രിമെന്റ് പുതുക്കിയില്ല എന്ന് UDF ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുന്നു. ഇത് തന്നെ മാറി മാറി കണ്ടുകൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കും എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. 2003 വിജിലൻസ് അന്വേഷണം നയിക്കാൻ ഉത്തരവെടുത്തത്. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി 2006 ഇത് CBIക്ക് കൈമാറി. ഇത് 2019 ടൈറ്റാനിക് കേസ്. ടൈറ്റാനിക് അന്തോട്ട് തുടങ്ങിയാണ്. 19 കൈമാറി. രണ്ട് അവസാനം CBI ഇരിക്കുന്നു, മറ്റേ CBI കോടതിയിൽ ഇരിക്കുകയാണ് ലാവലിൻ്റേത്. പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ഇതിനകത്ത് കുറ്റപത്രത്തിൽ ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് ഉപരി ജഡ്ജി 17 വിധി കൊടുക്കുന്നത്. അതിന്റെ അപ്പീലാണ് സുപ്രീം കോടതി ഇരിക്കുന്നത്. ടൈറ്റാനിയം ഇനി കുറ്റപത്രം വന്നിട്ട് പോലും ഇനി ഇത് തീരണമെങ്കിൽ എത്ര കാലം എടുക്കും? അപ്പൊ കുറ്റക്കാർ മരണമടയുന്നവരെ കേസ് നീട്ടിക്കൊണ്ടുപോകുക, ഇതാണ് CBIക്ക് തന്നത്. എല്ലാവരും പഠിക്കുന്നതിന്റെ കേസിലുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് നിലവിലെ കീ പേഴ്സൺ എന്ന് പറയുന്നത് ഒന്ന് നയനാരായിരുന്നു, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ, ഈ രണ്ട് വ്യക്തികളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതില് അതെ, ഇത് മറ്റേത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്തുകൊണ്ടാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞ പോലെ ഈ ലോ ആക്ടിന്റെ വിധിയെ അട്ടിമറിക്കാൻ ടൈറ്റാനിയം MDക്ക് നിർദ്ദേശം നൽകിയ CPMലെ ഉന്നതന്മാരാണ്. കാരണം ആരും നിർദ്ദേശിക്കാതെ അയാൾ പോകത്തില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഇവരുടെ അനുവാദം ഇല്ലാതെ പോയെങ്കിൽ അയാൾക്ക് നടപടി എടുക്കണമായിരുന്നു. 2008 എക്സ്പേർട്ട് കമ്മിറ്റിയിൽ അയാൾ മെമ്പറാണ്. അപ്പോൾ ഒരിക്കലും ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല, 70 കോടി രൂപ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് അയാൾക്കെതിരെ നടപടി എടുത്തില്ല? അയാളെ കാണിച്ച വിട്ടിത്തരല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കിയത്, ഇതിനെതിരെ പോയിട്ട്. അപ്പം ഇതിന്റെ ഗൂഢാലോചനയിൽ ഇതിനകത്ത് ആളുകൾക്ക് പങ്കുണ്ടെന്ന് വളരെ വ്യക്തമാണ്. അത് ആരാണെന്നുള്ളത് CBI പറയട്ടെ ഇതെന്താണെന്നുള്ളത്. കീ പേഴ്സൺ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം വരെ, അല്ലെങ്കിൽ ഒരു ജീവൻ പോകുന്ന സമയം വരെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകും, അതിനുശേഷം അത് അവസാനിച്ചേക്കും എന്നുള്ളതാണോ? സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ടൈറ്റാനിക് കേസിൽ ഉൾപ്പെട്ട പലരും ഇതിനകത്ത് മരണം തുടങ്ങി ഓൾറെഡി. VS അച്യുതാനന്ദന് അറിയേണ്ട കാര്യം എനിക്ക് അറിയാൻ പറ്റത്തില്ല, ഇല്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വെച്ചു, പക്ഷേ ഉമ്മൻചാണ്ടി ആരോട് പൈസ മേടിച്ചായിട്ടോ ജോലിക്കായിട്ടോ എവിഡൻസ് ഇല്ല. അവരുടെ താല്പര്യം കേട്ടായിട്ട് ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എവിഡൻസ് ആരും കൊടുത്തിട്ടുമില്ല, വന്നിട്ടുമില്ല. ഇതിപ്പം ഇതിനകത്ത് പിന്നീട് വന്ന ആനത്തലോട് ആനന്ദം മരണം തുടങ്ങി, കമ്പനിയുടെ പല ഉദ്യോഗസ്ഥന്മാരും മരണം തുടങ്ങി. കേസ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അഴിമതി ഒരു ദേശീയ സംസ്കാരമായി മാറിയ കാലത്ത് അതിനൊരു സാമൂഹിക ആചാരമാക്കി കുറച്ച് നികൃഷ്ട ജീവികൾ ആദർശവാദികളെയും വിശുദ്ധരെയും അവഹേളിക്കുന്ന അതിക്രൂരമായ കാഴ്ചയാണ് കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഇവിടെ അരങ്ങേറിയത്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒന്നിച്ചെത്തിയ പ്രതീതിയാണ് മലയാളിക്കിപ്പോഴുള്ളത്. ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വരുന്ന നികൃഷ്ടജീവികൾ മുതൽ യുദ്ധങ്ങളെ വിറ്റും പണം സമ്പാദിക്കുന്നവരെ വരെ ചുമക്കേണ്ട ഗതികേട് ശീലമാക്കിയ മലയാളിക്ക് മുൻപിൽ ഒരു നടുവിരൽ നമസ്കാരം പറയുകയേ ആകെ വഴിയുള്ളൂ. നമസ്കാരം.